ഫ്രണ്ട്സ്, ഈസി ക്വസ്റ്റ്യൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിൻ വാർപ്പിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ചാണ്. ആഡ് മിക്സറുകളെ കുറിച്ചാണ്. നമ്മൾ കോൺക്രീറ്റിൽ ചേർക്കുന്ന ആഡ് മിക്സറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സൈഡാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈക്രീറ്റ് 2X എന്ന് പറയുന്ന ആഡ് മിക്സറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മെയിൻ വാർപ്പിൻ്റെ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സിമെൻറ്റ്, അതുപോലെ തന്നെ കമ്പി, ഇതൊക്കെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഈ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുന്ന ആഡ് മിക്സറുകൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർക്കുന്ന ആഡ് മിക്സറുകൾ നമ്മുടെ മെയിൻ വാർപ്പിന് ഏതെല്ലാം രീതിയിലുള്ള ഗുണങ്ങൾ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള പാർശ്വഫലങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തിലെ വീടിൻ്റെ മെയിൻ വാർപ്പ് എൻ്റെ വീടിൻ്റെ തന്നെ മെയിൻ വാർപ്പാണ്. അപ്പോൾ ഈ മെയിൻ വാർപ്പിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൈക്രീറ്റ് 2X എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മെയിൻ വാർപ്പ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ് നമ്മൾ തുടങ്ങിയത്. ഉച്ച 1:30 നേരമായപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും വാർപ്പിൻ്റെ ഇടയിൽ ഒരുപാട് പൊത്തുകൾ അല്ലെങ്കിൽ ഗ്യാപ്പുകളൊക്കെ. നമ്മളതിനെ ഹണി കോമ്പിംഗ് എന്നാണ് പറയുക. അതായത് നമ്മൾ ചേർക്കുന്ന ആഡ് മിക്സറുകൾ, ചില ആഡ് മിക്സറുകൾ ക്യുക്ക് സെറ്റ് ആയിരിക്കും. നമ്മൾ മിക്സ് ചെയ്തൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് സെറ്റ് ആവാനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ അത്തരം പ്രവണതകൾ വരുമ്പോൾ ആക്ച്വലി ആ കോൺക്രീറ്റിൻ്റെ മൂവ്മെൻറ്റ്, അതായത് എല്ലായിടത്തേക്കും ഇഴുകി ചേർന്ന് കറക്റ്റ് ഫോമിലേക്ക് എല്ലാ ഗ്യാപ്പുകളും അടഞ്ഞ് സെറ്റായിട്ട് നല്ലൊരു കോൺക്രീറ്റ് പീസായി മാറുന്നതിന് മുമ്പ് തന്നെ അത് സെറ്റായി തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പേസുകൾ ഒരുപാട് വരും. അപ്പോൾ അവിടെ ഒരു പൊത്ത് പോലെയൊക്കെ ആയിട്ട് കാണാം. അതിനെയാണ് നമ്മൾ ഹണി കോമ്പിംഗ് എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ആഡ് മിക്സറും നമ്മുടെ സൈക്രീറ്റ് 2X നമ്മളൊരു ഡിഫറൻസ് കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്ലാസ്സിൽ വരുന്ന ഡെമോൺസ്ട്രേഷൻ്റെ സെയിം അതേ കണ്ടീഷനായിരിക്കും നമ്മുടെ വാർപ്പിൻ്റെ ഉള്ളിലും സംഭവിക്കുന്നുണ്ടാവുക. ഈ ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ്, അതിൽ തുല്യ അളവിൽ വെള്ളം, തുല്യ അളവിൽ സിമെൻറ്റ് നമ്മൾ ഇട്ടു. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ നമ്മൾ മറ്റൊരു കമ്പനിയുടെ ഒരു ആഡ് മിക്സർ നമ്മൾ 20 ml വെച്ചിട്ട് ചേർത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സൈക്രീറ്റ് 2Xൻ്റെ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അതിന് നേരെ പകുതിയാണ് നമുക്ക് വേണ്ടി വരുള്ളൂ. അതായത് നമുക്ക് സൈക്രീറ്റ് 2X ഒരു ചാക്കിലേക്ക് 100 ml ആണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. മറ്റ് ഭൂരിഭാഗം ബ്രാൻഡുകളും 200 ml വെച്ചിട്ടാണ് നമുക്ക് ചേർക്കേണ്ടി വരിക. പക്ഷേ സൈക്രീറ്റ് 2X നമുക്ക് ഒരു ബാഗിലേക്ക് 100 ml വെച്ചിട്ട് മതി. അപ്പോൾ അതേ ഒരു റേഷ്യോ, ഓൾമോസ്റ്റ് അതേ ഒരു റേഷ്യോയിൽ മറ്റേത് 20 എടുത്തപ്പോൾ നമ്മളത് 10 വെച്ചെടുത്തു. ഒരളവിൽ നമ്മൾ സിമെൻറ്റ് ഇട്ടു, ഒരളവിൽ വെള്ളം എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു മിക്സിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സെറ്റ് ആവാനുള്ള ടൈമിങ് നമുക്ക് ഈ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ കാണാനായിട്ട് പറ്റും. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ പരമാവധി വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇടത്ത് സൈഡിലുള്ളതാണ് നമ്മൾ മറ്റൊരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിരുന്നത്. അത് ഓൾമോസ്റ്റ് തന്നെ ഇളക്കി നിമിഷങ്ങൾക്കകം തന്നെ അത് സെറ്റാവാൻ തുടങ്ങി. നടുക്കിലുള്ളത് നമ്മളൊന്നും ചേർത്തിട്ടില്ല, വെള്ളവും സിമെൻറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി ടൈം എടുത്തിട്ടാണ് അത് സെറ്റാവുന്നത്. ഏറ്റവും വലതുവശത്തുള്ളതാണ് നമ്മൾ സൈക്രീറ്റ് 2X ഉപയോഗിച്ചിട്ടുള്ളത്. അത് കുറച്ചുകൂടി ടൈം കൂടുതലെടുത്തിട്ടാണ് സെറ്റാവുക. ഈ ഒരു ടൈം ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാർപ്പിനുണ്ടാകുന്ന ഹണി കോമ്പിംഗ് എന്ന് പറയുന്ന ഇഷ്യൂസ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്രാക്ക് പോസിബിലിറ്റീസ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിലോ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറായിട്ട് ബന്ധപ്പെടുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 മണിക്കൂറിന് ശേഷമുള്ള റിസൾട്ടാണ്. നമ്മുടെ ആദ്യത്തെ 2 ഗ്ലാസും ഓൾമോസ്റ്റ് കഴിഞ്ഞു, 100% സെറ്റായിട്ടുണ്ട്. പക്ഷേ സൈക്രീറ്റിൻ്റെ ഇതിൽ നമുക്കൊരു അല്പം കൂടിയും സെറ്റാവാനുണ്ട്. ഏകദേശം ഒരു 95% സെറ്റായിട്ടുണ്ട്. ഒരു 5% അല്ലെങ്കിൽ ഒരു 10% കൂടി ബാലൻസ് ഉള്ളൂ. ഈ ഒരു ടൈം പീരീഡ് നമുക്ക് നമ്മുടെ കോൺക്രീറ്റിന് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടുന്നതിനായിട്ട് സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ഇക്വേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.